കള്ള് ചെത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയാണ് കള്ള് ചെത്തുന്നത്. അപ്പോൾ ഇത് നല്ല ചെത്തി ഇറക്കിയിട്ടുള്ള തെങ്ങും കള്ളാണ്. നല്ല ഫ്രഷ് തെങ്ങ് കള്ള് കിട്ടണമെങ്കിൽ പാലക്കാട് തന്നെ വരണം. തെങ്ങ് കയറുമ്പോൾ കാലിലിട്ട് തളപ്പൊന്നും ഉപയോഗിക്കാറില്ല. ഇപ്പോൾ തളപ്പിട്ട് ആർക്കും കയറാൻ തന്നെ അറിയില്ലല്ലോ. നല്ല ഫ്രഷ് തെങ്ങും കള്ളാണ് ഈ കയ്യിലേക്ക് ഇറ്റ് വീഴുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തരി ഉണ്ടെന്നുണ്ടെങ്കിൽ കത്തിക്ക് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ ഈ തൊഴിലേക്ക് വേണ്ട, നമ്മൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയും. ഈ കാണുന്ന ഫ്രഷ് കള്ള് നമുക്ക് ഒരിക്കലും ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല. നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ടാവും, ഒരുപാട് പ്രഷറുള്ള ജോലികളുണ്ടാവും. പക്ഷെ അതിൽ നല്ല റിസ്ക്കുള്ള ജോലിയാണ് തെങ്ങേറ്റെന്ന് വരുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ജോലി താഴ്ത്തുന്ന കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് നേരെ ഇതിഞ്ഞി പോകുന്നത് നേരെ ഷാപ്പിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കള്ള് ഇനി ഷാപ്പിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഈ തെങ്ങ് എത്തുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, നല്ല രസമുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ഷൺമേട്ടാ, ഇതെങ്ങനെ ഈ കള്ളെങ്ങനെ ഉണ്ടാകുന്നത്? കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. ഗ്രീൻ മാംഗോ കസിൻസ് ഇപ്പോൾ നിൽക്കുന്നത് ആ ചിറ്റൂരിലെ ഒരു തെങ്ങിൻ്റെ മണ്ടയ്ക്കാണ്. എങ്ങനെയാണ് കള്ള് ഉണ്ടാക്കുന്നത് എന്നുള്ളതും കള്ള് ചെത്ത് തൊഴിലാളികളുടെ അവസ്ഥകളും ഉൾപ്പെടുത്തിയ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിരുന്നു കാണണം. നല്ല രസമുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ തെങ്ങ് ചെത്തുന്നത് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതെ, ഷൺമുഖൻ ചേട്ടനാണ് ഇവിടെ തെങ്ങേറ്റ തൊഴിലാളിയാണ്. ആളാണ് ഇതെല്ലാം തെങ്ങെല്ലാം കയറി ചെത്തുന്നത്. നമുക്ക് ആ ചെത്ത് കത്തി ആദ്യം ഒന്ന് കാണിച്ചു തരുമോ? എൻ്റെ മോനെ, ഇതാണ് ചെത്ത് കത്തി. ഭയങ്കര ഷാർപ്പ് കേട്ടോ, ഒരു രക്ഷയില്ല. അതിൻ്റെ ഇവിടെയൊക്കെ ഇപ്പോൾ പോളിഷ് ചെയ്തിട്ടേ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ വിരലൊക്കെ പൊട്ടുന്ന രീതിയിൽ അത്രയ്ക്ക് ഷാർപ്പായിട്ടാണ് ഇവരിത് പോളിഷ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതാണ് കള്ള് വരാൻ വേണ്ടി കൊല തല്ലുന്ന ഇതുകൊണ്ടാണ്. ഇത് എല്ലല്ലേ? എല്ല്. എന്തിൻ്റെ എല്ലാണ്? ഇത് കാളൻ്റെ. അപ്പോൾ അതായത് കാളൻ്റെ എല്ലാണ്. ഇതാണ് നമ്മൾ കള്ള് ചെത്തുമ്പോൾ തല്ലാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ തല്ലുന്നതൊക്കെ നമുക്ക് ചേട്ടൻ മോലെ കയറി ചെത്തുമ്പോൾ അതെല്ലാം നമുക്ക് കാണിച്ചു തരാം. നല്ല ഗംഭീരമായിട്ടുള്ള കാഴ്ചയുള്ള വീഡിയോ ആയിരിക്കും. നമ്മൾ സാധാരണ ഇവിടെ ചെത്തുന്നതിന് ചളിച്ചെത്തുന്നാണ് പറയുന്നത്. കോട്ടയം ഭാഗത്തുനിന്ന് അവർ കൊണ്ടുവരുന്ന ഒരു ചളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്രീം പോലെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. കാരണം ഒരു തരി പോലും ഇല്ലാത്ത നല്ല രസമുള്ള ഒരു മണ്ണാണ്, നല്ല ബ്ലാക്ക് മണ്ണാണ്. അപ്പോൾ ഇതുപോലുള്ള ചളിയൊക്കെ തേച്ചിട്ടാണ് ഇവിടെ ചെത്ത് നടക്കുന്നത്. അപ്പോൾ നമുക്കിനി ചേട്ടൻ ആ റിസ്ക് പിടിച്ചൊരു ജോലി, തെങ്ങിൻ്റെ മേലെ കയറിയിട്ട് ആ ചെത്തുന്നതും അതിൽ നിന്ന് കള്ള് എങ്ങനെയാണ് ഒഴുകി വരുന്നതെന്നുള്ളതൊക്കെ നമുക്കിനി കാണാം. അപ്പോൾ അതേ ഷൺമുഖൻ ചേട്ടൻ ചെത്ത് കത്തിയും അതുപോലെ ചളിയും അതുപോലെ തട്ടാനുള്ള എല്ലിൻ്റെ പീസ് പിന്നെ കള്ള് ഇറക്കാനുള്ള കുടം എല്ലാം ആയിട്ട് കയറാൻ പോവാണ്. അപ്പോൾ ചേട്ടാ കയറിക്കോ, ഞങ്ങൾ എന്തായാലും താഴത്ത് വെയിറ്റ് ചെയ്യാം കള്ളിനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു തെങ്ങേറ്റം എന്ന് പറയുന്നത്. പക്ഷേ ചേട്ടൻ അത് വളരെ ഈസി ആയിട്ട് തന്നെയാണ് കയറി പോകുന്നത്. അത് ബൈ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ തെങ്ങൊക്കെ ചെത്തി ഷൺമുഖൻ ചേട്ടൻ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിനുള്ള കള്ള് കാണാനായിട്ട്. അപ്പോൾ കുടം നിറയെ കള്ളായിട്ട് വന്നിട്ടുണ്ട്. നല്ല പതയുള്ള അടിപൊളി ഫ്രഷ് കള്ള്. അയ്യോ, ഇതിൻ്റെ ഇതേ ഡ്രോപ്പൊക്കെ താഴെ പോയി. നിങ്ങളതിനെ ചേർത്ത് കളിക്കരുത് എൻ്റെ പോയത് എൻ്റെ പേരിൽ. അപ്പോൾ ചേട്ടാ, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു സംശയമായിരിക്കും എങ്ങനെയാണ് ഈ കള്ള് ഉണ്ടായി വരുന്നത് എന്നുള്ളത്. അത് സാധാരണ എങ്ങനെയാണ് കള്ള് ഉണ്ടാവുന്നത്? അതെന്ന് പറഞ്ഞാൽ ഇതാണല്ലേ, ഇത് വിരിഞ്ഞു വന്ന് തേങ്ങയായിട്ട് വെട്ടിയിട്ടുള്ള കൊലയാണത്. ഇതിൻ്റെ സാധനം വിരിയാത്ത മുൻപ് ഇതുപോലെ കുരുന്നായിരിക്കുന്ന സമയത്ത് അതിനെ നമ്മൾ തല്ലി മുമ്പ് കട്ട് ചെയ്തിട്ട് പിന്നെ ഡ്രബിൾ ട്രാപ്പ് ചെയ്യില്ലേ, അതുപോലെ നൈസായി കട്ട് ചെയ്ത് എടുക്കുമ്പോഴാണ് ഓല മാറി ചെത്തുമണ്ണൊക്കെ തേച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഓരോ തുള്ളിയായിട്ട് വരും തന്നെ. അങ്ങനെ വന്ന് കുറേ നാൾ കഴിയുമ്പോൾ ഇച്ചിരി കൂടി വരും. അങ്ങനെ തന്നെ. ശരി, നമ്മൾ ഒരു ദിവസം എത്ര തവണ കയറും? 3 തവണ. 3 തവണയാണ് ഒരു ദിവസം കയറുന്നത്. രാവിലെയും കയറും, പിന്നെ ഒരു പകൽ സമയത്ത് കയറും,
പിന്നെ ഈവനിങ് സമയത്തും കയറും. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ജോലി പറഞ്ഞാൽ പഴയമാതിരി ആരും ഇല്ല. ഇപ്പോൾ ചെയ്തിരുന്ന തലമുറകൾ ആരൊക്കെയാണോ അവർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ആരും വരാനില്ല. പിന്നെ തെങ്ങിന് പറയുമ്പോൾ നേരത്തെ ഇഷ്ടത്തിന് ആൾക്കാരായിരുന്നു. ഒരാൾ ചെത്തുണ്ടെങ്കിൽ അവൻ്റെ കൂട്ടത്തിൽ 5-8 പേര് കൂട്ടത്തിൽ വന്നു. ഇപ്പം എല്ലാം വേറെ. അതുപോലെ ഇതിൻ്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട്, വരുമാനക്കുറവ്, പഴയ പോലെ കള്ളുകളില്ല. അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ കാരണം ആൾക്കാർ വേറെ ജോലികൾക്ക് പോകാൻ തുടങ്ങി. പിന്നെ ഇത് ലീവില്ലാത്ത ജോലിയായി. പൊതുവേ ഈ പറഞ്ഞ പോലെ തെങ്ങേറ്റ തൊഴിലാളി എന്ന് പറയുന്നത് തന്നെ റിസ്ക് പിടിച്ച ജോലിയാണ്. അപ്പോൾ അത് ഇനി ചെയ്യാനായിട്ട് ആളുകളില്ല, അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവരൊക്കെയാണ് ഇതിൻ്റെ ലാസ്റ്റ് തലമുറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഈ ഒരു പൂക്കൊല്ലിനെ നമ്മൾ ചെത്തിയിലാണ് കള്ളുണ്ടാക്കി എടുക്കുന്നത്. ഇത് ഇതുപോലെ കഴിഞ്ഞിട്ടുള്ളൊരു പൂക്കൊല്ലിയാണ്. അപ്പോൾ അതിനെ വെട്ടി താഴ്ത്തേക്ക് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഫ്രഷായിട്ട് വിരിയുന്നതിന് മുമ്പ് തന്നെ അവരിൻ്റെ ഹെഡ് കട്ട് ചെയ്തിട്ട് ഈ റബ്ബർ ടാപ്പിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടാണ് കള്ളുണ്ടാക്കി എടുക്കുന്നത്. ഇതുപോലത്തുള്ള ചട്ടി പല തെങ്ങുകളുടെയും മുകളിലിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിങ്ങനെ മുകളിലുള്ളപ്പോൾ നമ്മൾ കവണ ഉപയോഗിച്ച് അതിന് കള്ള് താഴത്തേക്ക് വരുന്ന സീനുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എന്താ പറയുന്നതിൻ്റെ പേര്? മാട്ടം. ഇവിടെ പറയുന്നത് മാട്ടം എന്നാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേര് വരുന്നുണ്ടെങ്കിൽ താഴത്തുനിന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് നല്ല ചെത്തി ഇറക്കിയിട്ടുള്ള ഫ്രഷ് തെങ്ങുകളാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ അരിച്ചെടുക്കണം. കാരണം ഇതിനകത്ത് ഒരുപാട് തേനീച്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ നേരെ ഷാപ്പിലേക്ക് പോകുന്നത്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കള്ള് വാങ്ങിക്കാൻ പറ്റില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള കള്ളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് കള്ള് വാങ്ങാൻ ആരും വിചാരിക്കേണ്ട. ഇവർ കള്ള് അങ്ങനെ കൊടുക്കില്ല. അതിന് ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഇനി കള്ള് ഷാപ്പിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. അപ്പോൾ തെങ്ങിൽ നിറക്കിയിട്ടുള്ള നല്ല അടിപൊളി ഫ്രഷ് തെങ്ങുകളാണിത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കള്ള് ഉണ്ടാകുന്നത് എന്നുള്ളതും ചെത്തു തൊഴിലാളികളുടെ കഷ്ടപ്പാടുകളൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, ഇനി പനയുടെ ചെത്തുണ്ട്, പിന്നെ വളരെയധികം റിസ്ക് പിടിച്ച മറ്റൊരു ചെത്തും കൂടിയുണ്ട്. അതെല്ലാം നമ്മൾ തുടർന്നുള്ള അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.